എഫാത്ത സ്പിരിച്വൽ ചാറ്റിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. ഈ വചനം നമുക്ക് ഏറ്റുപറയാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് നയിച്ച മോശ മുന്നിൽ വന്ന തടസ്സങ്ങൾ കണ്ടപ്പോൾ കൂടെയുള്ള ജനം മോശയെയും ദൈവത്തെയും പഴിക്കുന്നു, കുറ്റം പറയുന്നു. ഇത് കേട്ട് മോശ ജനങ്ങളോട് പറയുന്ന വചനമാണ് ഈ വചനഭാഗം. Exodus 14:14. The Lord will fight for you and you have only to keep still. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ദൈവത്തെ നോക്കി, ദൈവത്തിന്റെ വചനമനുസരിച്ച്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ശാന്തരായി ഇരിക്കുവാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ഒരു പ്രത്യേക ഗുണമാണ് ശാന്തരായിരിക്കുക. പ്രതികൂല സാഹചര്യങ്ങളില്, ജീവിതത്തിലെ പ്രതികൂല സന്ദർഭങ്ങളില് ദൈവത്തിൽ വിശ്വസിച്ച് ശാന്തരായി ഇരിക്കുവാൻ കഴിഞ്ഞാൽ അത് ദൈവത്തിൽ നമ്മൾ അർപ്പിക്കുന്ന പൂർണ്ണ വിധേയത്വമാണ്, വിശ്വാസമാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈ വചനഭാഗം ഈ അടുത്ത കാലത്തായി സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായ ഒരു വചനഭാഗമാണ്. നമ്മളെല്ലാവരും ഈ വചനഭാഗം വായിക്കുന്നതാണ്, നമുക്കറിയാവുന്നതാണ്. ഈ അടുത്ത കാലത്തായി ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ജമൈമ റോഡ്രിഗസ് അവരുടെ ചരിത്ര വിജയത്തിന് ശേഷം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ വചനഭാഗം കോട്ട് ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അവരർപ്പിച്ച വിശ്വാസം, ആ വിശ്വാസമാണ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് അവർ ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞു. ഇന്ന് നമുക്ക് കാണാൻ പറ്റും, നമുക്കിടയിൽ വസിക്കുന്നവർ, നമുക്ക് ചുറ്റുമുള്ളവര് നിരപരാധികളായ ആളുകളെ നോക്കി അവർക്ക് മനസ്സിന് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒന്നോർക്കണം, നമ്മൾ ശാന്തരായിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എക്സാമിൻ്റെ സമയങ്ങളിൽ, കോളേജുകളിൽ പോകുന്നവരുണ്ടെങ്കിൽ, കോളേജ് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, വിവിധ ഭയങ്ങളെ കൊണ്ട് കഴിയുന്നവരുണ്ടെങ്കിൽ, ഇവരെല്ലാവരും ഈ വചനം ഓർത്ത് ധ്യാനിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ദൈവത്തിന് വിധേയത്വം നൽകിക്കൊണ്ട് നമ്മളിരിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ചെങ്കടലിനെ രണ്ടായി പിളർത്ത ദൈവം, ചെങ്കടലിനെ നടുവെ കീറി തൻ്റെ ജനത്തെ നയിച്ച ദൈവമാണ് നമ്മളെയും നയിക്കുന്നതെന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്കൊരിക്കൽ കൂടെ ഈ വചനഭാഗം ഏറ്റുപറയാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. ഈശോയുടെ തന്നെ വാക്കായ എഫാത്ത ഉറക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു ചിന്തയുമായിട്ട് നമുക്ക് കാണാം. എഫാത്ത.